കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ. എൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് അനുഭവങ്ങൾ പ്രാരംഭമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മകനെ ഏകദേശം 12-13 വയസ്സുള്ളപ്പോൾ അവൻ വീട്ടിൽ കുളിച്ച് അലമാരിയിൽ നിന്ന് തുണിയെടുക്കുമ്പോൾ ഒരു 3 അടി ഉയരത്തിലാണ് അലമാരിയുടെ ഡോറ്. ആ ഡോറിൽ പിടിച്ച് ബസ്സിൻ്റെ ഡോറടയ്ക്കുന്നത് പോലെ ബസ് ഒരു ക്രൈസാണ് അവന്. അങ്ങനെ ആടി ആടി നോക്കുമ്പോൾ പെട്ടെന്ന് അലമാര താഴേക്ക് വീണു. നേരെ അവൻ അതിനെ ഉള്ളിൽ പെടുത്തുന്ന നിലയിലാണ് വീഴ്ച. ഭാഗ്യവശാൽ അവിടെ ഒരു ഊണുമേശയും ഒരു ബെഞ്ചും ഉണ്ടായിരുന്നു. ഊണുമേശ തെറിച്ചു പോയി. അത് സ്റ്റീലിൻ്റെ ആയിരുന്നു, ഫോൾഡിംഗ് ടൈപ്പ്. ബെഞ്ച് മരത്തിൻ്റെ ആയതുകൊണ്ട് ആ ബെഞ്ചിൽ തട്ടി ബെഞ്ചിനും അലമാരയ്ക്കും നല്ല കനമുള്ള മരളമാരിയാണ്. കുട്ടി വീഴുകയും ഭയപ്പെടുകയും ചെയ്തു. എനിക്ക് ബാങ്കിലേക്ക് വിവരം കിട്ടി. അങ്ങനെ എനിക്ക് കിട്ടിയത് മോനൊന്നും സംസാരിക്കുന്നില്ല, അലമാരിയിൽ നിന്ന് വീണു. ഞാൻ വരുമ്പോൾ ഡാഡിച്ചേട്ടൻ്റെയൊക്കെ അമ്മ, വളരെ പ്രായമായ അമ്മച്ചിയാണ്, എൻ്റെ അയൽവക്കത്താണ്. അവരൊക്കെ വീട്ടിലുണ്ട്. ചുറ്റുപാടുള്ള ആളുകളൊക്കെ ഓടിക്കൂടിയിട്ടുണ്ട്. മോനൊരക്ഷരം സംസാരിക്കുന്നില്ല, അപശബ്ദങ്ങൾ മാത്രമാണ്. ഞാൻ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയെന്ന് വിചാരിച്ച് ദുഃഖത്തോടുകൂടെ കുട്ടിയെ എടുക്കുകയും നോക്കുകയൊക്കെ ചെയ്ത് അവൻ ചില അപശബ്ദങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ എഴുന്നേറ്റ് ഭയചകിതനായിട്ടിരിക്കുകയായിരുന്നു. ഉടനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുവാൻ ഞാൻ ബന്ധപ്പെട്ടു. ചിലരൊക്കെ ഓട്ടോ വിളിക്കണോ? വേണ്ട, എൻ്റെ ബൈക്കിൽ അവൻ കെട്ടിപ്പിടിച്ചിരിക്കുമെന്ന് പറഞ്ഞ് ഞാൻ പോകുന്ന വഴിക്ക് നേരത്തെ പറഞ്ഞ പോലെ KP ശ്യാമചേട്ടൻ്റെ വീടെത്തി. അവിടെ എത്തിയപ്പോൾ എനിക്ക് തോന്നി ഡോക്ടർ മേരിയാൻ അവിടെ ഉണ്ടല്ലോ, ഒന്ന് ഒരു അഭിപ്രായം ചോദിച്ചു പോകാമെന്ന് കരുതി അവിടെ കയറിയപ്പോൾ അവർ വരാന്തയിൽ ഇരിപ്പുണ്ടായി. എൻ്റെ കുഞ്ഞിനെ വളരെ അകത്ത് കൊണ്ടുപോയി വളരെ വിദഗ്ധമായ നിലയിൽ പരിശോധിച്ച് അവൻ്റെ കയ്യ് കാല് ചലനങ്ങളൊക്കെ അവർ ഡോക്ടറുടെ നിലയിൽ തന്നെ വിദഗ്ധമായി പരിശോധിച്ച് അവൻ്റെ തലയിൽ ചെറിയൊരു മുഴയുണ്ട്, ഛർദ്ദിക്കുകയാണെങ്കിൽ മാത്രം കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ പോയാൽ മതി എന്ന് പറഞ്ഞ് ചില മരുന്നുകൾ, പാരസെറ്റമോൾ പോലെയുള്ള മരുന്നുകളൊക്കെ കൊടുത്ത് ഇന്നൊരു പക്ഷേ അവന് പനിക്കും, അതുപോലെ പനിക്കുകയും ചെയ്തു. അത്രയും ധൈര്യം തന്ന് വളരെ സ്നേഹത്തോടുകൂടെ ഇടപെട്ടത് ഈ ദിവസങ്ങളിൽ ഞാൻ ഓർക്കുകയായിരുന്നു. സംസ്കാര ശുശ്രൂഷയ്ക്ക് പോകാനൊക്കെ ആ വാഹനത്തിൽ ക്രമീകരണമൊക്കെ ചെയ്തെങ്കിലും ശരീരത്തിന് വേണ്ടത്ര സുഖമില്ലാത്തതുകൊണ്ട് അത് സാധിച്ചില്ല. ഈ ദിവസങ്ങളിൽ എൻ്റെ മനസ്സിൽ കൂടെ അത് നല്ലവണ്ണം കടന്നു. അതിനുശേഷം ആ പ്രിയ ഡോക്ടറുമായി സഹോദരിയുമായി വളരെ സ്നേഹത്തിലുള്ള ഇടപെടലുകളും ധാരാളം സംസാരിക്കുന്ന പ്രകൃതിയില്ല ഞങ്ങൾ രണ്ടുപേരും തന്നു. അതുപോലെ തന്നെ ജോസേട്ടനുള്ള ബന്ധത്തിലും ഒരു അനുസ്മരണമായിട്ടല്ല ഞാനിത് പറയുന്നത്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു സ്റ്റൂളിൽ നിന്ന് നടുകുത്തി വീണ് അരക്കെട്ടിന് വളരെ വേദനയുണ്ടായിരുന്നു. വിവാഹത്തിന് മുൻപാണ്. ജോലി ചെയ്യുവാനും ഒക്കെ ബുദ്ധിമുട്ട്, സ്റ്റെപ്പ് കയറാനൊക്കെ ബുദ്ധിമുട്ട്. CG ജോസേട്ടനോട് ഞാൻ ആ കാര്യം പറഞ്ഞപ്പോൾ, കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞപ്പോൾ, ഞങ്ങളുടെ അന്ന് മഞ്ജുലാസ് കുട കമ്പനിയിലൊക്കെ ജോലി ചെയ്ത ഒരാളാണ്. ആ സമയത്തായിരുന്നു ഞങ്ങളുടെ കമ്പനിയിലെ യൂണിയൻ പ്രവർത്തകരായ ആളുകൾക്കൊക്കെ തല്ല് കിട്ടിയിട്ട്, പാർട്ടി പ്രവർത്തകരൊക്കെ ഉണ്ട്, തല്ല് കിട്ടിയിട്ട് ചെറുതുരുത്തി ഷൊർണൂരിനടുത്ത് ഒരു വൈദ്യരുടെ അടുക്കെ പോയിട്ട് ചികിത്സിച്ചിട്ടുണ്ട്. നീ അവിടെ വന്ന് ഉഴിച്ചിൽ നടത്തണം, ഞാൻ നിന്നോടൊപ്പം വരാമെന്ന് പറഞ്ഞ് താൻ എന്നെ ഷൊർണൂരിലെ ആ ഡോക്ടറോട് കൊണ്ടുപോയി പരിചയപ്പെടുത്തി. മിക്കവാറും വൈകുന്നത് വരെ ഞങ്ങൾ അവിടെ ആയിരുന്നു. ആ രംഗം ഞാൻ ഓർക്കുകയാണ്. എനിക്കത് വളരെ ആശ്വാസത്തിനിടയായിത്തീർന്നു. നമ്മുടെ പ്രിയപ്പെട്ടവർ കടന്നു പോകുമ്പോൾ ഭവനത്തിൽ ധാരാളം ഓർമ്മകളുണ്ട് എങ്കിലും ദൈവജനത്തിന്റെ മധ്യത്തിലും മധുരിക്കുന്ന ഓർമ്മകളായിട്ടാണ് അവർ കടന്നുപോയിട്ടുള്ളത് എന്ന് സ്തോത്രത്തിനായി, സന്തോഷത്തിനായി ഞാനത് പ്രാരംഭത്തിൽ പറഞ്ഞു എന്ന് മാത്രം. നമുക്ക് അല്പസമയ ചിന്തയ്ക്കായി ദൈവവചനത്തിലേക്ക് തിരിയാം. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. വളരെ പരിചയമുള്ള വേദഭാഗത്തേക്കാണ് ഞാൻ കടന്നു വരുന്നത്. പുതിയ പുതിയ വിഷയങ്ങളൊക്കെ സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും തികച്ചും പഴയ വിഷയങ്ങൾ അങ്ങനെ കോപ്പിയായിട്ടല്ല പറയുന്നത്. നമുക്ക് പരിചയമില്ലാത്ത വേദഭാഗങ്ങൾ ഇല്ലല്ലോ. അതുകൊണ്ട് വളരെ പരിചയമുള്ളൊരു വേദഭാഗത്ത് നിന്ന് ചില ചിന്തകൾ, അത് പുതുക്കം ലഭിക്കുന്ന ചിന്തകളായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. നമുക്ക് പ്രാരംഭമായി ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ പ്രിയ സഹോദരൻ വായിച്ച് കേൾപ്പിക്കുന്നത് നന്നായിരുന്നു. 46-ന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേൽ തനിക്കുള്ള സകലവുമായി യാത്ര പുറപ്പെട്ട് ബേർശേബയിലെത്തി.
തന്റെ പിതാവായ ഇസ്ഹാക്കിന്റെ ദൈവത്തിന് യാഗം കഴിച്ചു. ദൈവം ഇസ്രായേലിനോട് രാത്രി ദർശനങ്ങളിൽ യാക്കോബേ യാക്കോബേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ ദൈവമാകുന്നു, നിന്റെ പിതാവിന്റെ ദൈവം തന്നെ. ഇസ്രായേലിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട, അവിടെ ഞാൻ നിന്നെ വലിയ ജാതിയാക്കും എന്ന് അരുളി ചെയ്തു. ഞാൻ നിന്നോട് കൂടെ ഇസ്രായേലിലേക്ക് പോകും, ഞാൻ നിന്നെ മടക്കി വരുത്തും. യോസേഫ് സ്വന്തം കൈകൊണ്ട് നിന്നെ കണ്ണടയ്ക്കും എന്ന് അരുളി ചെയ്തു. പിന്നെ യാക്കോബ് ബേർശേബയിൽ നിന്ന് പുറപ്പെട്ട് ഇസ്രായേലിന്റെ പുത്രന്മാർ അപ്പനായ യാക്കോബിനെ കയറ്റുവാൻ ഫറവോൻ അയച്ച രഥങ്ങളിൽ അവനെയും തങ്ങളുടെ മക്കളെയും ഭാര്യമാരെയും കയറ്റിക്കൊണ്ടുപോയി. തങ്ങളുടെ ആടുമാടുകളെയും കനാൻ ദേശത്ത് വെച്ച് സമ്പാദിച്ച സമ്പത്തുകളെയും കൊണ്ടുപോയി. അങ്ങനെ യാക്കോബും സന്തതികളുമെല്ലാം മിസ്രയീമിലെത്തി. അവൻ തന്റെ പുത്രീപുത്രന്മാരെയും പൗത്രീപൗത്രന്മാരെയും തന്റെ സന്തതികളെയൊക്കെയും കൂട്ടി മിസ്രയീമിലേക്ക് കൊണ്ടുപോയി. ഇവിടെ ബേർഷേബ എന്ന ഒരു സ്ഥലത്തെ കുറിച്ച് നമുക്ക് കേൾക്കുവാൻ കഴിയും, മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ബേർഷേബയുടെ പ്രത്യേകതകൾ ഈ ദിവസങ്ങളിലാണ് ഞാനൊന്ന് പരിശോധിച്ചത്. വളരെ വർഷങ്ങൾക്ക് മുൻപ് നാഗപ്പൂരിലുള്ള ഉണ്ടായിരുന്ന കർത്തൃദാസൻ രവി വിൽസൺ, അദ്ദേഹം ഇവിടെ വന്ന് ഒരു പ്രഭാഷണം നടത്തിയത് എനിക്ക് ഏകദേശം 24-25 വയസ്സ് പ്രായമുണ്ട്. അന്ന് താൻ പ്രസംഗിച്ചൊരു വാക്യം ഇങ്ങനെയാണ്: അബ്രഹാം ബേർഷേബയിൽ ഒരു വിജനവൃക്ഷം നട്ടു, നിത്യദൈവമായ യഹോവയുടെ നാമത്തിൽ അവിടെ വെച്ച് ആരാധന കഴിച്ചു. ബാക്കി എന്തൊക്കെയാണ് പ്രസംഗിച്ചത് എനിക്ക് അറിഞ്ഞുകൂടാ. CP ജോണേട്ടനാണ് അന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമായിരുന്നു എന്നും ഒരു ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ സാധിച്ചു എന്നും അബ്രഹാം അതൊക്കെ അനുഭവിച്ചു എന്നുള്ള നിലയിലൊക്കെ ആയിരുന്നു തന്റെ പ്രസംഗം. കൂടുതൽ അതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഈ ദിവസങ്ങളിൽ ബേർഷേബയെ കുറിച്ച് ഞാനൊന്ന് പരിശോധിച്ചപ്പോഴാണ് അതിന്റെ മഹത്വവും ആ പിചുലവൃക്ഷം മറ്റ് ആ രംഗവും ബേർഷേബയുടെ കാര്യങ്ങളൊക്കെ എന്നേക്കാളധികം നിങ്ങൾക്ക് പലർക്കും അതേക്കുറിച്ച് അറിയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വായിച്ച ഭാഗത്തേക്ക് കടന്നു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതാ വയോധികനായ യാക്കോബ് ഒരു ദീർഘയാത്രയ്ക്ക് ഒരുമ്പെടുന്നതാണ് ഇവിടുത്തെ ചിത്രം. ആ സമയത്ത് തന്റെ പ്രായം 130 വയസ്സ് എന്ന് നാം കാണുന്നു. തുടർന്നും 17 വർഷം ജീവിച്ചതായിട്ട് തന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യാക്കോബിന്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ ഒരു വയസ്സൻ എന്ന് താൻ തന്നെ വിശേഷിപ്പിക്കുന്നതായിട്ട് നമുക്ക് പരിശോധിച്ചാൽ കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇവിടെ 2-ാം വാക്യത്തിൽ ദൈവം ഇസ്രായേലിനോട് രാത്രി ദർശനങ്ങളിൽ യാക്കോബേ യാക്കോബേ എന്ന് വിളിച്ചതിനെ ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ ദൈവമാകുന്നു, നിന്റെ പിതാവിന്റെ ദൈവം തന്നെ. മിസ്രൈമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട എന്ന് പറയുന്ന വാക്കുകളാണ് നാം വായിച്ചത്. ഈ ശബ്ദം കേൾക്കുന്നത് യാക്കോബ് ബേർഷേബയിൽ വെച്ചാണ്. യാക്കോബിന് ദൈവത്തിന്റെ പ്രത്യക്ഷത വിവിധ നിലയിലാണെങ്കിലും 7 പ്രാവശ്യം ഉണ്ടായതായിട്ടാണ് തിരുവെഴുത്തിൽ പറയുന്നത്. ഇതിനുശേഷം ആ ഒരു നിലയിൽ ഒരു പ്രത്യക്ഷതയും ശബ്ദം കേൾക്കുന്നതൊന്നും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് യാക്കോബ് ബേർഷേബയിലേക്ക് പോയി എന്ന് ചോദിച്ചാൽ, ബേർഷേബ നിത്യദൈവത്തെ ആരാധിക്കുന്ന ഒരു സ്ഥാനമായി അബ്രഹാം കാണുകയും അബ്രഹാമിനോട് ചില നിയമങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ബേർഷേബയിൽ വെച്ചാണ് ദൈവം സംസാരിച്ചത്. നിന്റെ മകനെ എനിക്ക് യാഗമർപ്പിക്കണം, നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ തന്നെ എന്ന് പറഞ്ഞ് ബേർഷേബ ആ സ്ഥലത്തിന്റെ പ്രത്യേകത ഒരു കവനന്റ് നടത്തുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ ഉടമ്പടി നടത്തുന്ന ഒരു സ്ഥാനമായിട്ട് ബേർഷേബയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ നട്ടിരിക്കുന്ന മനോഹരമായ പിചുലവൃക്ഷവും അതിന്റെ തണലും അവിടെ യാഗപീഠം പണിയുവാനും ദൈവമായിട്ടുള്ള സംസർഗത്തിന് മതിയായ ഒരു സ്ഥലമായിട്ട് അബ്രഹാം, ഇസാക്ക്, യാക്കോബ് ഇവരൊക്കെ കണ്ടുവന്നിരുന്നു. വളരെയേറെ ബേർഷേബയെ കുറിച്ചും പിചുലവൃക്ഷത്തെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയെങ്കിലും ഇവിടേക്ക് ഇത്രയും പറഞ്ഞാൽ മതി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തുകൊണ്ട് യാക്കോബ് ബേർഷേബയിലേക്ക് പോയി അവിടെയാണ് യാഗമർപ്പിക്കുന്നതെന്നും നിത്യദൈവമായ ദൈവത്തിന്റെ സന്നിധിയിൽ യാഗമർപ്പിച്ച് തന്റെ ആവലാദികൾ ഒരു വശത്തുണ്ട് എങ്കിലും ദൈവത്തെ ആരാധിക്കുവാനായി യാഗപീഠം പണിത് അവിടെ താമസിക്കുന്ന യാക്കോബിനെയാണ് കാണുന്നത്. യാക്കോബ് ഭയപ്പെട്ടു എന്നുള്ളതൊന്നും
പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. എന്നാൽ ദൈവം പറയുകയാണ്, യാക്കോബേ യാക്കോബേ നീ ഭയപ്പെടേണ്ട എന്ന്. ദൈവത്തിന്റെ എത്രയും മധുരമായ ഒരു അനുഭവം ഏത് പ്രായത്തിലും ഏതൊരു വിശ്വാസിക്കും ലഭിക്കുവാൻ അർഹതയുണ്ട്. എന്നാൽ പോകേണ്ടുന്ന സ്ഥാനമുണ്ട്. ഏതാണ് ആ സ്ഥാനം? ബേർശേബയിൽ ആ യാഗപീഠം പണിത് ആ പിച്ചിലവൃക്ഷത്തിന്റെ തണലിൽ ഒരു യാത്രാമധ്യയാണെങ്കിലും അവിടെ വെച്ച് പിതാക്കന്മാരുടെ അരുളി ചെയ്ത ദൈവം യാക്കോബിനെയും സാന്ത്വനപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് ദൈവശബ്ദം കേൾക്കുവാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് ബേർശേബ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും അങ്ങനെയുള്ള ബേർശേബ ഉണ്ടായിരിക്കണം. നഥനയേലിനെ കുറിച്ച് പറയുന്നത്, നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ അറിയുന്നു എന്ന്. നാം എവിടെയായിരുന്നാലും വിശിഷ്യ ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് ഒരുക്കത്തോടുകൂടെ, അത് നമ്മുടെ ഭവനത്തിലായാലും അവിടെ വെച്ച് ദൈവം സംസാരിക്കും. അതിന്റെ ഒരുക്കവും ക്രമീകരണവുമാണ് ദൈവം വളരെ വിലപ്പെട്ടതായി കാണുന്നത്. ബേർശേബയുടെ അനുഭവം, ബേർശേബയിൽ വെച്ച് യാക്കോബേ യാക്കോബേ എന്ന് വിളിച്ചതിനെ ഞാനിതാ എന്ന്. 2 തവണയാണ് ഇവിടെ വിളിക്കുന്നത്. ദൈവം വിളിക്കുന്ന ആ പ്രത്യേകത ഈ ദിവസങ്ങളിൽ ഞാനങ്ങനെ ഒന്ന് ശ്രദ്ധിപ്പാനിടയായി. നമ്മുടെ മധ്യം വന്ന സാം കെ ജോൺ തന്നെയല്ലേ കഴിഞ്ഞ സംസാരിച്ച്, അദ്ദേഹം കഴിഞ്ഞ തവണ സംസാരിച്ചപ്പോഴും അതിന് മുന്നിൽ സംസാരിച്ചപ്പോഴും പൗലോസിനെ ശൗലേ ശൗലേ എന്ന് വിളിച്ചത് ഊന്നി പറയുകയായിരുന്നു. തന്റെ വിഷയം മറ്റൊരു നിലയിൽ കൂടെ പോവുകയായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങളാണ്. ശൗലേ ശൗലേ 2 പ്രാവശ്യം വിളിക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഇമ്പകരമായ പ്രയോഗമാണ്. മോനെ എടകുട്ട എന്ന് പറയുന്നത് പോലെയുള്ള അത്രയും മാധുര്യം നിറഞ്ഞൊരു പ്രയോഗമായിട്ടാണ് ഞാനത് മനസ്സിലാക്കുന്നത്. ദൈവദാസന്മാരും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? വളരെ ഹൃദ്യമായി ദൈവം നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. എത്ര പേർ അവന്റെ ശബ്ദം കേൾക്കാൻ കാതോർക്കുന്നു എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. ഇവിടെ ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്ന എന്തെന്ന് ചോദിക്കുമ്പോഴുള്ള സംഭവം, ആ വ്യക്തിയുടെ അവസ്ഥ കണ്ണു കാണാതെ, കണ്ണ് തുറക്കാൻ കഴിയാതെ, കണ്ണ് കാണാതെയായി എന്ന് പറയുന്നത് എഴുന്നേറ്റ് കണ്ണ് തുറന്നപ്പോൾ കണ്ണ് കാണുന്നില്ല. കണ്ണ് കാണാതെ ആയി എന്ന് എനിക്ക് പറയാൻ നിർവാഹമില്ലാതെ കണ്ണിൽ വേദനിച്ച് ശക്തിയായ വെളിച്ചത്തിന്റെ മുൻപാകെ കണ്ണ് ചിമ്മിക്കൊണ്ട് അവിടെ കിടക്കുന്ന നിസ്സഹായനായ മനുഷ്യനാണ് പൗലോസ്, അല്ലെങ്കിൽ ശൗൽ എന്നറിയുന്ന പൗലോസ്. ആ വ്യക്തിയോടാണ്, ആ വീണ് കിടക്കുന്ന മനുഷ്യനോടാണ് നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ശൗലേ പ്രിയ മകനെ എന്നുള്ള അർത്ഥത്തിൽ. നീ ആരാകുന്നു കർത്താവേ? അതിലേക്ക് കടക്കുന്നില്ല. അതുപോലെ ഇവിടേക്ക് വരുമ്പോൾ എന്താണ് കാണുന്നത്? യാക്കോബേ യാക്കോബേ, ദൈവശബ്ദം കേൾക്കുന്ന ഒരു അനുഭവം. ദൈവശബ്ദം കേട്ട് ദൈവം വിളിച്ച അനേകരെ കുറിച്ച് നമുക്കറിയാം. ഒന്നുകൂടെ ചേർത്ത് പറയട്ടെ. ശമൂവേൽ ബാലനെ ദൈവം വിളിച്ചു. ആദ്യഭാഗത്ത് ശമൂവേലെ എന്ന് മാത്രമാണ് വിളിച്ചത്, രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ശമൂവേൽ എഴുന്നേറ്റ് നേരെ ഏലി പുരോഹിതനായിരിക്കുമെന്ന് കരുതി അവിടെ ചെന്നു. താൻ കിടന്നുറങ്ങി. 2ാമതും ശമൂവേലെ എന്ന് വിളിച്ചു. താൻ കിടന്നുറങ്ങി. ഏലിയുടെ അടുത്ത് ചെന്നപ്പോൾ ഞാനല്ല വിളിച്ച് 3ാമതും വിളിച്ചപ്പോൾ ഏലിക്കൊരു കാര്യം മനസ്സിലായി. ശമൂവേലിനെ ദൈവമാണ് വിളിക്കുന്നത് എന്നും, അതുകൊണ്ട് ഇനി നീ എൻ്റെ അടുക്കൽ വരണ്ട, അടിയനിതാ അരുളി ചെയ്യണമേ എന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ 4ാമതും വിളിച്ചു എന്ന് രേഖപ്പെടുത്തിയ ഭാഗത്ത് പഴയതുപോലെ ശമൂവേലെ ശമൂവേലെ എന്നാണ് രേഖപ്പെടുത്തുന്നത്. ഞാൻ പെണ്ണി നോക്കിയപ്പോൾ 8 തവണ ശമൂവേലെ എന്ന് വിളിച്ചിട്ടുണ്ട് ഒരു രാത്രി. 4 തവണ ശമൂവേൽ എഴുന്നേറ്റു. അവന് ദൈവശബ്ദം പരിചയമില്ല. എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും ദൈവശബ്ദം പരിചയമില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും പരിചയപ്പെടണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നാം പ്രസംഗിക്കുന്നവരായിരിക്കാം, ശുശ്രൂഷകൾ ചെയ്യുന്നവരായിരിക്കാം, വചനം പഠിക്കുന്നവരായിരിക്കാം, പഠിപ്പിക്കുന്നവരായിരിക്കാം, ഒരുപക്ഷെ ഇതൊന്നുമില്ലാതെ ഒരു ഭക്തിയുള്ള ജീവിതത്തിന് ശാന്തമായി കഴിയുന്നവരായിരിക്കാം. എന്നാൽ ഞാൻ ഇന്ന് ഊന്നൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിന്റെ വചനത്തിന് മുൻപാകെ ഇരിക്കുമ്പോൾ ദൈവം നിർദ്ദേശിച്ചതുപോലെ ദൈവവചനത്തിന്റെ വ്യവസ്ഥയ്ക്കനുസരിച്ച്, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ബേർശേബയിൽ ആ പിചിലവൃക്ഷത്തിന്റെ തണലിൽ ആ യാഗപീഠത്തിന്റെ അരികിൽ അവിടേക്ക് കടന്നു വരുമ്പോൾ അത് കേൾക്കുവാനായിട്ട് സാധിക്കും. പെട്ടകത്തിന്റെ അരികിൽ അതിന്റെ വിളക്ക് അണയും മുൻപേ ചെന്ന് കിടക്കുന്ന ശമൂവേലിനാണ് ശമൂവേലെ ശമൂവേലെ എന്ന് ദൈവം വിളിച്ച് ദൈവശബ്ദം കേൾപ്പിച്ച് ദൈവിക രഹസ്യങ്ങൾ
പറയുവാനും ദൈവത്തിന്റെ ഒരു യോദ്ധാവായി തീരുവാനും ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകനായി തീരുവാനും ശമൂവേലിന് സാധിച്ചത് ആ ശബ്ദം തിരിച്ചറിയുവാൻ അവന് ഭാഗ്യം ലഭിച്ചു. യഹോവയെ അരുളി ചെയ്യണമേ എന്നുള്ളത് വളരെ പ്രസിദ്ധമായ ഒരു പ്രയോഗമാണല്ലോ. ഈ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അപ്പോൾ അവൻ ഞാൻ ദൈവമാകുന്നു, നിന്റെ പിതാവിന്റെ ദൈവം തന്നെ, മിസ്രൈമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട. നോക്കുക, മിസ്രൈമിലേക്ക് പോകുവാൻ ഭയമുണ്ടായിരുന്നു യാക്കോബിന്. കാരണം എന്താണ്? വാർദ്ധക്യം ഒന്ന്, കുറ്റിപറിച്ച് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു അനുഭവം. ഇന്ന് അമേരിക്കയിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്നവരൊക്കെ എത്രയോ സന്തോഷത്തോടെയാണ്. ഞാൻ ഓർത്ത് എൽ ജോസഫിന്റെ കുടുംബമാണ്. വളരെ സന്തോഷത്തോടുകൂടെ മൈഗ്രേറ്റ് ചെയ്ത് അവർ പോകുന്ന സമയത്ത് വീട്ടുപ്രാർത്ഥന വെച്ചു. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 അറപ്പായട്ടന്മാരും KP ശ്യാമചേട്ടനും ജോൺസൺ ചേട്ടനും ഒരു ചെറുപ്പക്കാരനായി ഞാനും, ഇവിടെയുള്ള ധാരാളം അന്നത്തെ യുവാക്കന്മാർ, ഇന്നത്തെ വൃദ്ധന്മാരാണ് അന്നത്തെ യുവാക്കന്മാർ അല്ലെങ്കിൽ മധ്യവയസ്കർ. ഒരു നിറഞ്ഞ സന്തോഷത്തിന്റെ അന്തരീക്ഷമായിരുന്നു. ആ പ്രാർത്ഥന ശ്യാമചേട്ടനാണ് ലീഡ് ചെയ്തത്. ജോസും കുടുംബവും വിദേശത്തേക്ക് പോവുകയാണ്. പതിവിന് വിട്ട് നമുക്ക് 2-3 പേർക്ക് പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടെ യാത്രയായത് ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുകയാണ്. ഇവിടെ ഇതാ യാക്കോബ് യാത്ര പുറപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. ഭയപ്പെടേണ്ടത് എന്താണ്? തന്റെ മകൻ ജീവിച്ചിരിക്കുകയാണ്. മിസ്രയീം എന്ന് കേട്ടാൽ യാക്കോബിന് ഭയമാണ്. അത് ലോകത്തിന്റെ ഒരു ചിത്രമാണ് മിസ്രയീം. അബ്രഹാം മിസ്രയീമിലേക്ക് ഇറങ്ങിപ്പോയി. എന്താണ് നേടിയത്? നഷ്ടപ്പെടുത്തിയെന്ന് മാത്രമല്ല, ഒരു മിസ്രൈമിയെ ദാസിയെ കൊണ്ടുവന്ന് അതിന്റെ ബുദ്ധിമുട്ട് ഇന്നും ഇസ്രായേൽ ജനം അനുഭവിക്കുന്നുണ്ട്. പോയിട്ടൊന്നും നേടുവാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ ഇസ്ഹാക്ക് മിസ്രൈമിലേക്ക് പോകാനായിട്ട് ഏകദേശം ഗരാറിനോളം എത്തി. ഗരാർ മിസ്രൈമിലേക്ക് പോകുന്നതിന്റെ ഒരു എൻട്രൻസ് ആയിട്ടും ഒരു വഴിയമ്പലം പോലെ, അല്ലെങ്കിൽ താമസിക്കാനൊക്കെ മതിയായ ഒരു സ്ഥലമായിട്ടാണ് വേദപുസ്തകത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ വെച്ചും മിസ്രൈമിലേക്ക് അങ്ങ് ആഴത്തിലേക്ക് പോകാനിടയാകാതെ ഇസ്ഹാക്കിനെ മടക്കി അയച്ച ചരിത്രം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവരൊക്കെ ദൈവത്തെ ഭയപ്പെട്ടിരുന്നു എന്നുള്ളത് വളരെ ശരിയാണ്. മറ്റിടത്ത് ഇസ്ഹാക്കിന്റെ ഭയമായവനെ വിളിച്ച് സത്യം ചൊല്ലിയെന്ന് യാക്കോബ് ലാബാനോടുള്ള ബന്ധത്തിൽ സംസാരിച്ച് അവിടെയും ഒരു എഗ്രിമെന്റ് വെക്കുമ്പോൾ ഇസ്ഹാക്കിന്റെ ഭയമായവൻ, ദൈവത്തെ ഭയപ്പെട്ടിരുന്ന വ്യക്തികൾ ഭയപ്പെടുന്നു എന്നുള്ളതും കൂടെയാണ് മറ്റൊരു കാര്യം. ഇവിടെ യാക്കോബിനെ കുറിച്ച് നമുക്കറിയാം. ദൈവത്തിന്റെ പ്രഭുവാണ്. വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയാണ് യാക്കോബ്. ഇസ്ഹാഖും അങ്ങനെ തന്നെയാണ്, അബ്രഹാം അങ്ങനെ തന്നെയാണ്. എന്നാൽ വിശ്വാസവീരന്മാരായിരിക്കുന്ന വ്യക്തികൾ ഭയപ്പെട്ടു എന്നുള്ളത് നമുക്ക് ഒരാശ്വാസത്തിനും ചില പാഠങ്ങൾ പഠിക്കുന്നതിനും സഹായകരമാണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഭയം നല്ലതല്ല എന്ന് നമുക്കറിയാം. ഭയം ഒന്ന് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 2-3 തരത്തിലുള്ള ഭയമുണ്ട്. ഒന്ന് ഹോളി ഫിയർ, ദൈവഭയം. അത് അത്യാവശ്യമാണ്. അതില്ലാത്തതാണ് ഇന്ന് ദൈവജനത്തിന്റെ മധ്യേ ഞാൻ ഉൾപ്പെടെയുള്ള ബുദ്ധിമുട്ടുകൾക്ക്, സന്തോഷക്കുറവിന്, വ്യക്തിപരമായ കുടുംബജീവിതത്തിലായാലും സഭാജീവിതത്തിലായാലും സന്തോഷക്കുറവിന്, അല്ലെങ്കിൽ നാം വരുത്തി വയ്ക്കുന്ന വിനകൾ ദൈവഭയമില്ലാത്തതുകൊണ്ട് വളരെയേറെ നാം വ്യത്യസ്ത അളവുകളിലൊക്കെ അനുഭവിക്കുന്നവരാണ്. യാക്കോബ് നല്ലപോലെ അനുഭവിച്ചു വെക്കുകയാണ്. ഓരോ മനുഷ്യരും അത് അനുഭവിക്കുന്നുണ്ട്. അതേക്കുറിച്ച് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റൊരു ഭയം ശരിക്കും പറഞ്ഞാൽ ഒരു ഹെൽത്തി ഫിയർ. ഭയത്തെ 1-2-3 നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. എന്താണ് ഹെൽത്തി ഫിയർ? ഒരു തീപിടുത്തം ഉണ്ടായാൽ തീയനെ ഭയപ്പെടണം, സൂക്ഷിക്കേണ്ടതാണ്. എന്നാൽ നാം സാധാരണ ഭയപ്പെടുന്നില്ലെങ്കിലും തീപിടുത്തമോ അല്ലെങ്കിൽ ഒരു അപകടമോ ഉരുൾപൊട്ടി വരികയൊക്കെ ആണെങ്കിൽ അതിന് ഭയപ്പെട്ടേ മതിയാകുകയുള്ളൂ. അതിനെ ഭയപ്പെടാതെ അത് വീഡിയോ പിടിക്കാൻ വിക്ടർ ശ്രമിച്ചപ്പോൾ, ഫോട്ടോഗ്രാഫർ ശ്രമിച്ചപ്പോൾ താനും തന്റെ വീഡിയോ ഒക്കെ അതുവഴി ഒലിച്ചുപോയി. ഭയപ്പെടാൻ റീസണബിളായിട്ടും ന്യായമായും ഭയപ്പെടേണ്ട സമൂഹത്തിൽ നമുക്ക് പല കാര്യങ്ങളുണ്ട്. പിന്നെ ആവശ്യമില്ലാത്തൊരു ഭയമുണ്ട്. അതും ഭയം തന്നെയാണ്. നാളെ എന്ത് സംഭവിക്കും എന്ന് ചിന്തിക്കുന്നതിൽ കൊള്ളാം. എന്നാൽ ചിന്തിച്ച് ഭാരപ്പെട്ട് എന്റെ ഭാവി എന്തായിരിക്കും, നാളെ എന്തായിരിക്കും, കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ എങ്ങനെയായിരിക്കും, അതിൽ ദേവദാസന്മാരും പണ്ഡിതന്മാരൊക്കെ പറയുന്നത് അങ്ങനെ മനുഷ്യൻ ഭയപ്പെടുന്നതിന്റെ 80% അവനോട് ബന്ധപ്പെട്ടല്ല ആ കാര്യങ്ങൾ പോകുന്നത്. 80-ലധികമോ% വെറുതെയാണ് അവൻ ഭയപ്പെടുന്നത്. അങ്ങനെയുള്ള ഭയങ്ങൾ നമുക്കുണ്ടാകരുത്. നാം ദൈവത്തെ ഭയപ്പെട്ടാൽ ന്യായമായി ദൈവഭയമുള്ളവരായിട്ട് സന്തോഷത്തോടെ ഭക്തിയോടെ ജീവിക്കുവാൻ സാധിക്കും.
ദൈവത്തെ ഭയപ്പെടണമെങ്കിൽ അവനെ നാം അറിയണം. എൻ്റെ ഓർമ്മയിൽ കഴിഞ്ഞ ആഴ്ചത്തെ സന്ദേശത്തിന്റെ ഉള്ളടക്കം ദൈവത്തെ അറിയണം, ദൈവത്തെ വ്യക്തിപരമായിട്ട് അറിയണം. ദൈവത്തെ കുറിച്ചുള്ള അറിവ് മാത്രം പോരാ. പ്രിയദാസനത് ഊന്നി പറഞ്ഞു. ഞാൻ നാഗൻ എഴുതിയ പാട്ടുകളാണ് എന്റെ മനസ്സിലേക്ക് വന്നത്. ദൈവമേ നിന്റെ അറിവാലെ എൻ ഹൃദയം നിറയ്ക്കണം. ദൈവത്തെ കുറിച്ചുള്ള അറിവല്ല. ലോകത്തിൽ അനേകർക്ക് യേശുക്രിസ്തുവിനെ കുറിച്ചും അവന്റെ ശിഷ്യന്മാരെ കുറിച്ചും വാചാലമായി നമ്മളെക്കാളധികം പറയാനായിട്ട് സാധിക്കും. അനേകർക്ക് അതേക്കുറിച്ച് അറിയാം. വിശ്വാസികളിലും പണ്ഡിതന്മാരിലും വചനം പഠിപ്പിക്കുന്ന വേദശാസ്ത്രജ്ഞന്മാരിലും ദൈവത്തെക്കുറിച്ച് അല്ലെങ്കിൽ കർത്താവിനെ കുറിച്ച് വളരെ നമ്മേക്കാളധികമായിട്ട് അറിയാം. എന്നാൽ ദൈവത്തെ അറിയുന്ന അനുഭവം തികച്ചും വ്യത്യാസമാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. ദൈവത്തെ അറിയുന്ന ഒരു 12 വയസ്സുകാരിയെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. ആ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കിയത് ദൈവത്തിന് കഴിയാത്തൊരു സാധ്യവുമില്ല, അവന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് കൃത്യമായി മനസ്സിലാക്കിയത് 12 വയസ്സിലാണ്. അവൾ അടിമയായി അരാം രാജാവിന്റെ സേനാപതിയായ നയമാന്റെ ഭവനത്തിൽ അടിമ പെൺകുട്ടിയാണ്. നേരത്തെ പ്രത്യേക സാഹിത്യത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്, അത് പറയാൻ ആഗ്രഹിച്ചതല്ല. എന്നാൽ അവിടുത്തെ പ്രത്യേകത, ആ പെൺകുട്ടി യജമാനന്റെ രോഗം മാറാൻ അവിടെ ഒരു പ്രവാചകനുണ്ട്, എലീശ പ്രവാചകൻ. എലീശ പ്രവാചകൻ ആരെ ഒറ്റ കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയിട്ടില്ല. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നുണ്ട്, പുറജാതിക്കാരനായ നയമാനല്ലാതെ ആരും സൗഖ്യം പ്രാപിച്ചില്ല. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ധൈര്യപ്പെട്ടു ഈ 12 വയസ്സായ പെൺകുട്ടി? യജമാനന്റെ രോഗം എലീശ പ്രവാചകൻ സൗഖ്യമാണ്. അവൾ അടിമയായി വന്നതാണ്, വിള പിടിപ്പിച്ചിട്ടില്ല. അതിന്റെ കാരണം അവൾക്കറിയാം. അവൾ ദുഃഖിതയല്ല. അങ്ങനെ നയമാൻ സൗഖ്യം പ്രാപിക്കുന്നു. സൗഖ്യം പ്രാപിക്കുന്നത് മാത്രമല്ല, ദൈവത്താൽ കഴിയാത്തൊരു കാര്യമില്ല എന്ന് ആ പെൺകുട്ടി വിചാരിച്ചെങ്കിൽ അത് മുദ്രയിടുന്നത് പോലെയാണ് ആ സംഭവം. ഒരൊറ്റ കുഷ്ഠരോഗികളെയും നയമാൻ കൂടാതെ സൗഖ്യമാക്കി. പ്രിയമുള്ളവരെ, അതിൽ നിന്ന് പഠിക്കുവാനൊരു പാഠം, ദൈവത്തെ ശരിയായി അറിഞ്ഞാൽ ദൈവത്തെ നമുക്ക് പ്രയോജനപ്പെടുത്തുവാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവ് പറഞ്ഞത്, ഈ പുറജാതിക്കാരനായ വ്യക്തി മാത്രമേ, ഇസ്രായേലിൽ അനേകം കുഷ്ഠരോഗികളുണ്ടായിരുന്നു. കുഷ്ഠരോഗിയുള്ളവരുണ്ടോ സൗഖ്യമാക്കണമെന്ന് അഡ്വർടൈസ്മെന്റ് ഒന്നും രോഗശാന്തി ശുശ്രൂഷക്കാർ ചെയ്യുന്ന പോലെ അവിടെ എലീശ പ്രവാചകൻ ചെയ്തില്ല. തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ വെളിപ്പെടും. എത്ര തിരക്കിനിടയിലും ഒന്ന് കൈനീട്ടിയാൽ, എത്ര അശുദ്ധയായാലും സദസ്സിലേക്ക് വരുവാൻ അർഹതയില്ലാത്ത നിലയിൽ രക്തസ്രവം ബാധിച്ച പഴയ പശ്ചാത്തലത്തിലാണ് ഞാനത് പറയുന്നത്. ഒന്ന് തൊട്ടപ്പോൾ ശക്തി പ്രാപിച്ചു. അവനൊരു പട്ടണത്തിലിരിക്കുമ്പോൾ കുഷ്ഠരോഗിയായ ഒരു മനുഷ്യൻ അവന്റെ മുൻപാകെ കാവലിന് വീണ് കിടന്ന്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുക. അവൻ യെരിഹോയിലേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിച്ചത്? ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണേ. ദാവീദിന്റെ പുത്രനാണെന്നും അവൻ മശിഹയാണെന്ന് മനസ്സിലാക്കി, കണ്ടു കാണാത്ത ആ മനുഷ്യൻ മനസ്സിലാക്കിയപ്പോൾ അവന് സൗഖ്യം ലഭിച്ചു. ആ 12 വയസ്സായ പെൺകുട്ടിയുടെ പ്രത്യേകത എന്താണ്? ആ നയമാൻ സൗഖ്യം പ്രാപിച്ച് തിരിച്ചു വരുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് വിചാരിക്കുന്നത്, തന്റെ ഭാര്യയും കുടുംബബന്ധങ്ങളൊക്കെ സന്തോഷത്തോടെ കാത്തു നിൽക്കുന്നുണ്ടാവും. ഒരു ഭാവന പറയുകയാണ്, ഏറ്റവും ആദ്യം പെൺകുട്ടിയെ എടുത്ത് മാറോട് ചേർത്ത് കാണും നയമാൻ. അതുവരെ ആരെയും എടുക്കുവാനോ ഒന്നും സാധിക്കാത്ത കുഷ്ഠരോഗിയായ മനുഷ്യൻ ആ പെൺകുട്ടിയിലുള്ള സന്തോഷം കൊണ്ട് ആ കൊച്ചുമകളെ മാറോട്, പിന്നെ ആ കൊച്ച് അവിടെ അടിമയാണോ? സ്ഥിതിക്ക് മാറ്റം വരുത്തുന്നു. ദൈവത്തെ വീണ്ടും വണ്ണവന് വ്യക്തി അറിഞ്ഞാൽ അവന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുന്നു എന്നുള്ള സത്യം നാം മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഞാൻ വളരെ വൈകിയ വേളയിലാണ് ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി വളരെ ഉത്സാഹത്തോടുകൂടെ പ്രാക്ടീസ് ചെയ്യുവാൻ ആഗ്രഹിക്കും. അനേക പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ജീവിതത്തിലുണ്ട്. എന്നാൽ ദൈവത്തെ വീണ്ടും വണ്ണം മനസ്സിലാക്കിയാൽ അവനെ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. അനേകരിന്ന് അവനെ വീണ്ടും വണ്ണം പ്രയോജനപ്പെടുത്തുന്നില്ല. ഞാൻ ഉൾപ്പെടെ അങ്ങനെയാണ്. നമുക്ക് മുന്നോട്ട് പോകാം. മിസ്രൈമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട, അവിടെ ഞാൻ നിന്നെ വലിയ ജാതിയാക്കും എന്ന് അരുളി ചെയ്തു. ഞാൻ നിന്നോട് കൂടെ മിസ്രൈമിലേക്ക് പോകും. നാം ക്രിസ്തീയ ജീവിതത്തിന്റെ യാത്രയിലാണ്. വീട് വിട്ട് അധികം പേരൊന്നും അന്യ സ്ഥലങ്ങളിലേക്ക് പോകുന്നില്ല. ക്രിസ്തീയ ജീവിതത്തിൽ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ നോക്കുമ്പോൾ ഒരു വഴിയാത്രയ്ക്ക് തുല്യമായി നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് പോവുകയാണ്. എന്നാൽ അവിടെ ഭയപ്പെടേണ്ട എന്ന് ദൈവം കൽപ്പിച്ച്, ഞാൻ ദൈവമാണെന്നും നിത്യദൈവമാണെന്നും അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും ദൈവമായവൻ തന്നെയാണെന്നും അവർ എവിടെ ആരാധിച്ചുവോ, അവരവിടെ ദൈവത്തിന് യാഗമർപ്പിച്ചുവോ, ആ നിലയിൽ ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ദൈവശബ്ദം കേൾക്കുവാൻ അന്ന് യാക്കോബ് അവിടെ താമസിക്കുകയാണ്. അങ്ങനെ ആ ബേർശേബയിൽ താമസിച്ച രാത്രിയിലാണ് ദൈവം സംസാരിച്ചിട്ട്
ചിലൊരു പാക്കേജ് ആശ്വാസത്തിന്റെ ചില കാര്യങ്ങൾ പറയുന്നത്. അവിടെ ഞാൻ നിന്നെ വലിയ ജാതിയാക്കും. സന്തോഷകരമായ ഒരു കാര്യമാണ്. അടുത്ത എന്താണ്? ഞാൻ നിന്നോട് കൂടെ മിസ്രൈമിലേക്ക് പോകും. ദൈവസാന്നിധ്യമില്ലാതെയൊക്കെ യാത്ര ചെയ്യാൻ നമ്മളൊക്കെ പരിചയിച്ചവരാണ്. അപകടങ്ങളില്ലാതെ യാത്രയിൽ പോയി വരുവാൻ, അനർത്ഥങ്ങളില്ലാതെ പോയി വരുവാൻ എൻ്റെ മക്കൾ അവിടെ ആയിരിക്കുമ്പോൾ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ, അല്ല ഞാൻ യാത്ര ചെയ്യുമ്പോഴൊക്കെ ദൈവം കാത്തുകൊള്ളണം. ഒരു സെക്യൂരിറ്റിക്കാരനെ പോലെ ഒരു ദൂതനെ അയച്ച് എൻ്റെ മക്കളെ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണമെന്ന് നാം പലപ്പോഴും പറയുന്നവരാണ്. എന്നാൽ ഇവിടെ ഞാൻ നിന്നോട് കൂടെ മിസ്രൈമിലേക്ക് പോകും. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. മിസ്രൈമെ വീട്ടിൽ നിന്ന് അടിമകളായിരുന്നവരെ തിരിച്ച് കനാനിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരിക്കൽ ദൈവം പറഞ്ഞു, ഞാൻ നിന്നോടുകൂടെ ഈ ജാതിയോടുകൂടെ കരുതിയില്ല. കാരണം മത്സരികളും അനുസരണം കേട്ടവരുമാണ്. ഞാൻ നിങ്ങളെ മിസ്രൈമിൽ നിന്ന് കൃത്യമായി കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകും. മോശയോടാണ് പറയുന്നത്. വഴിയിൽ അനർത്ഥങ്ങളില്ലാതെ ആ മരുഭൂയാത്രയിൽ നിന്നെ സംരക്ഷിക്കുവാൻ, ജനത്തെ സംരക്ഷിക്കുവാൻ നിനക്ക് മുൻപായി എൻ്റെ ദൂതനെ അയക്കും. എൻ്റെ വാക്കനുസരിച്ച് ഞാൻ കൊണ്ടുപോകും. അതിന് മുൻപുണ്ടായ സംഭവം നമുക്കറിയാം. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ വേഗം പറഞ്ഞു വിടട്ടെ. ഇസ്രായേൽ മക്കൾ പാപം ചെയ്തപ്പോൾ എന്നെ വിടുക, ഞാൻ ഈ ജാതിയെ നശിപ്പിച്ച് നിന്നെ ഒരു വലിയ ജാതിയാക്കും. നമുക്കൊക്കെ സ്തോത്രം പറഞ്ഞ് സ്വീകരിക്കാൻ മതിയായ ഒരു കാര്യമാണ്. എന്നെയും എൻ്റെ കുടുംബത്തെയും വലുതാക്കുമെന്ന് പറഞ്ഞാൽ സന്തോഷകരമാണ്. എന്നാൽ മോശ പറഞ്ഞ എന്താ? അയ്യോ ദൈവമേ, അങ്ങനെ നീ ചെയ്യരുത്. ജാതികൾ നിന്റെ നാമത്തെ ദൂഷിക്കും. ദൈവനാമത്തിന്റെ മഹത്വമായിരുന്നു മോശയുടെ ലക്ഷ്യം. പ്രിയമുള്ളവരെ, നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ആവശ്യമായ ഒരു പ്രധാന ഭാഗം അവിടെയുണ്ട്. ഞാൻ അവിടെ തുടരുവാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആ ജാതികൾ നിന്നെ കുറിച്ച് അപവാദം പറയാൻ സാധ്യതയുണ്ട്. മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരികയും പാതി വഴി വെച്ച് അവരെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ ജാതികൾ എന്ത് പറയും? ന്യായമായൊരു ചിന്തയാണ്. എന്നാൽ അതിനെ തുടർന്നാണ് പറയുന്നത്, ഞാൻ ഈ ജനത്തോടു കൂടെ വരികയില്ല. ജനത്തിന്റെ നടുവിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പറഞ്ഞ് ജനത്തിന്റെ മധ്യേ അവന്റെ ആരാധന സ്വീകരിച്ച്, ദൈവജനത്തിന്റെ ആരാധന സ്വീകരിച്ച് ദൈവജനത്തിന്റെ മധ്യേ നടക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ ദൈവം. നമ്മുടെ ഏത് ആവശ്യങ്ങൾക്കും മതിയായവനാണ് ദൈവം. നമ്മെ ഭയം കൂടാതെ അവന്റെ സാന്നിധ്യം നൽകി വഴി നടത്തുന്നവനാണ് ദൈവം. അപ്പോൾ മോശ എന്താണ് പറഞ്ഞത്? മോശ പറഞ്ഞു, ഏതായാലും നീ അവിടെ എത്തിക്കും, വാക്ക് പാലിക്കും. 2, ഭയം കൂടാതെ അല്ലെങ്കിൽ പ്രയാസങ്ങളില്ലാതെ വഴിയിലെ സകല ദുർഘടങ്ങളെയും നീക്കി കൊണ്ടുപോകുവാൻ ദൂതനെ മുൻപായിട്ട് അയക്കും. അത് മതി എന്നാണോ പറഞ്ഞത്? തിരുസാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരുന്നില്ല എങ്കിൽ അതിനർത്ഥം നാം ഗ്രഹിച്ചിട്ടുണ്ടോ? ഞങ്ങളെ അയക്കരുത് എന്നാണ് അതിന്റെ അർത്ഥം. തിരുസാന്നിധ്യത്തിന്റെ മഹത്വം സംഖ്യാപുസ്തകത്തിൽ വിലയാൻ കാണുന്നുണ്ട്. നമുക്ക് എത്രമാത്രം അത് കാണുവാൻ കഴിഞ്ഞെന്ന് അറിഞ്ഞുകൂടാ. വിലയാൻ പറയുന്നത്, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ആഭിചാരം ഇസ്രായേലിനെ ഭരിക്കുകയില്ല. എന്താണ്? ദൈവം അവരുടെ മധ്യയുണ്ട്. അവരുടെ ശക്തി കാട്ടുപോത്തിന്റെ ശക്തിയാണ്. ഒരു കൂട്ടം കാട്ടുപോത്ത് ഇറങ്ങിയാൽ ഏത് മനുഷ്യനാണെന്ന് തടുക്കാൻ സാധിക്കുക? ഏത് ആനയ്ക്കോ സിംഹത്തിനോ തടുക്കുവാൻ സാധിക്കും? സാധ്യമല്ല. കാട്ടുപോത്തിന്റെ ശക്തി അവിടെയുണ്ട്. രാജകോലാഹലമുണ്ട്. അവിടെ രാജാവുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. പ്രിയരെ, ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ നാം ആയിരിക്കുന്നു എങ്കിൽ, ജീവിക്കുന്നു എങ്കിൽ, അവന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ, കേൾക്കുവാൻ മതിയായ അളവിൽ നമ്മെ തന്നെ ട്യൂൺ ചെയ്താൽ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നന്ദി കൊണ്ട് നിറയും. നമുക്ക് നമ്മുടെ സ്ഥിതിയെ മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ രൂപാന്തരം. നഷ്ടക്കച്ചവടമല്ല ദൈവസാന്നിധ്യം അറിഞ്ഞ് ദൈവത്തെ ഭയപ്പെട്ട് ആ നിലയിൽ ജീവിക്കുന്നത് നഷ്ടക്കച്ചവടമല്ല എന്ന് ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നിന്നെ വലിയ ജാതിയാക്കും. ഞാൻ നിന്നോട് കൂടി മിസ്രൈമിലേക്ക് പോരും. ഞാൻ നിന്നെ മടക്കി വരും. യാക്കോബിനുള്ള ബന്ധത്തിൽ ഞാൻ നിന്നെ മടക്കി വരുത്തുമെന്ന് പറഞ്ഞപ്പോൾ യാക്കോബ് എന്താ വിചാരിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വയസ്സനായി എനിക്കധികം ആയുസില്ല. എൻ്റെ പരദേശ പ്രയാണം കഷ്ടം ഞെരുക്കമുള്ളതാണ്. ഞാൻ എൻ്റെ പിതാക്കന്മാരോടും കാലം ജീവിച്ചിട്ടില്ല എന്നാണ് ഫറവോന്റെ മുമ്പിൽ വെച്ച് പറയുന്നത്. എനിക്ക് ഏറെക്കുറെ മനസ്സിലായി ഇനി അധികം കാലങ്ങളൊന്നുമില്ല എന്ന്. എന്നിട്ടും ഏകദേശം 14 വർഷത്തോളം താൻ ജീവിച്ചു. ഞാൻ ഇങ്ങനെ കണക്കാക്കുകയായിരുന്നു. ജോസഫ് നഷ്ടപ്പെട്ട് കുറഞ്ഞത് ഒരു 14 വർഷമെങ്കിലും യാക്കോബ് ഇരുന്ന് കാണും. ആ ജോസഫിനോടൊപ്പം അവന്റെ കൊച്ചുമക്കളെ കണ്ട് ഒരു 14 വർഷം കൂടി ജീവിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ കരുതലായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
മാത്രമല്ല, ഞാൻ നിന്നെ മടക്കി വരുത്തുന്നു. നീയും നിന്റെ ജനവും അവിടെ അടിമകളായി തീരുന്നതല്ല. യാക്കോബ് മടങ്ങി വന്നത് നമുക്കറിയാം, മരിച്ച് തന്റെ ഡെഡ് ബോഡിയാണ് കൊണ്ടുവന്നത്. ദൈവം വഞ്ചന ചെയ്തതല്ല, യാക്കോബിന്റെ തന്നെയാണ് മടക്കി വരുത്തിയത്. അടുത്തത് എന്താണ്? യോസേഫ് സ്വന്തം കൈകൊണ്ട് നിന്റെ കണ്ണടയ്ക്കും എന്ന് അരുളി ചെയ്തു. ജോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ യാക്കോബിന് ചൈതന്യം വന്നു, പക്ഷെ പോകാനാണെങ്കിൽ വളരെ ഭയവും. ദൈവത്തോട് ആരോധന ചോദിക്കാതെ ആ വാർദ്ധക്യത്തിൽ ഒരു സ്റ്റെപ്പ് വയ്ക്കുവാൻ കഴിയാത്ത നിലയിലേക്ക് കടന്നു വന്ന യാക്കോബാണ് ദൈവത്തിന്റെ പ്രഭുവായി തീരുന്നത്. അതെ, അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമെന്ന് ഇന്നും പറയുന്നത്, അവൻ നമ്മുടെ തലമുറയായ ദൈവമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇവർ വിശ്വാസവീരന്മാരായി ദൈവത്തെ ഭയപ്പെട്ട് ഭക്തിയോടെ ജീവിച്ചു എന്നുള്ളത് നമുക്കും ഒരു പാഠമാണ്. എന്നാൽ അവർ ഭയപ്പെട്ടു എന്നുള്ളത് നാം ചിന്തിക്കുമ്പോൾ, നാം ഭയപ്പെടുന്ന നാളിൽ, സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, നാം ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ജീവിതത്തിൽ അനേക ഭയങ്ങൾ നമ്മെ സ്വാധീനിക്കും എന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. യഹോവ ഭക്തന്റെ ദൃഢധൈര്യമുണ്ട് എന്ന് നാം തിരുവെഴുത്തിൽ വായിക്കുന്നത്. അവനെ ഭയപ്പെട്ടവന്റെ വഴിയിൽ നടക്കുന്ന ധാരാളം റെഫറൻസുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അവന് ഭയപ്പെടുന്നതിന്റെ ഏക അടിസ്ഥാനം ഒരു നിർമ്മല ഹൃദയമുള്ളവനായി തീരണം. എങ്കിൽ മാത്രമേ അവനെ കാണുവാനും അവന്റെ ശബ്ദം കേൾക്കുവാനും സാധിക്കുകയുള്ളൂ. 73-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യം നമുക്ക് വായിക്കാം. സങ്കീർത്തനം 73 സുപരിചിതമാണ് നമുക്ക്. അതിന്റെ ആദ്യത്തെ വാക്യം പ്രിയമകൻ വായിച്ചാൽ നന്നായിരുന്നു. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. ആ വായിച്ച എന്താണ്? ദൈവം ഇസ്രായേലിന്, അതായത് യാക്കോബിന്. യാക്കോബിന്റെ മറ്റൊരു പേരാണല്ലോ ഇസ്രായേൽ. ഇസ്രായേൽ എന്ന പേരിന്റെ അർത്ഥം അറിയാത്തവരാരുമില്ല. ഇസ്രായേൽ എന്ന പേരിന്റെ അർത്ഥം എന്താണ്? യാക്കോബ്, ദൈവത്തിന്റെ പ്രഭു. ആർക്കും അറിയാം, സംശയമില്ല. എന്നാൽ ഇവിടെ നാം വായിക്കുന്നത്, ദൈവം ഇസ്രായേലിനെ നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. ഇസ്രായേലിന്റെ ഹൃദയാവസ്ഥയാണ്, അല്ലെങ്കിൽ യാക്കോബ് ഈ നിർമ്മലനാകുമ്പോൾ മാത്രമാണ് നല്ലവനായിത്തീരുന്നത് ദൈവം. നേരത്തെ ഓർപ്പിച്ചല്ലോ, നഥനയേലിനെ കണ്ട് ഇവൻ സാക്ഷാൽ ഇസ്രായേലിൽ, ഇവനിൽ കപടമില്ല. എന്തുകൊണ്ടാണ് കർത്താവ് എന്ന് പറഞ്ഞത്? പരമാർത്ഥ ഹൃദയമുള്ള എന്നാണ് ഇസ്രായേൽ എന്നതിന്റെ മറ്റൊരർത്ഥം എന്ന് ഞാൻ പറയുകയാണ്. പരമാർത്ഥ ഹൃദയമുള്ളവർക്ക്, ദൈവം ഇസ്രായേലിനെ പരമാർത്ഥ ഹൃദയമുള്ളവർക്ക് നല്ലവൻ തന്നെ. ഇതാ സാക്ഷാൽ ഇസ്രായേലിൽ, ഇവനിൽ കപടമില്ല. കപടവും വഞ്ചനയും തട്ടിപ്പും തരികയൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നടത്തുവാൻ നമ്മുടെ കൈവശമുണ്ട് എങ്കിൽ ദൈവശബ്ദം കേൾക്കാൻ സാധിക്കുകയില്ല, സാക്ഷാൽ ഇസ്രായേലാകാൻ സാധിക്കുകയില്ല, നേരത്തെ പറഞ്ഞ അനുഗ്രഹങ്ങളിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല. എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും ഒക്കെ ലഭിക്കുമെന്നത് ശരിയാണ്. എന്നാൽ ഇവിടെ നാം വായിച്ചു വരുന്ന ഭാഗത്ത് ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ പോരുന്നു, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു, ദൈവനിർദ്ദേശത്താൽ സഞ്ചരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ഇത്രയും പിന്നിട്ട നാളുകളൊക്കെ ദൈവശബ്ദത്തിനനുസരിച്ചു ദൈവ സാന്നിധ്യത്തോടു കൂടെയാണോ നാം സഞ്ചരിച്ചത് എന്ന് നമ്മെ തന്നെ പരിശോധിക്കുന്നത് നന്നായിരിക്കും. കർത്താവില്ലെങ്കിൽ യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. യെരുശലേമിൽ പെരുന്നാളിന് പോയിട്ട് മടങ്ങി വരുമ്പോൾ എന്താണ് ഉണ്ടായത്? കർത്താവ് അവിടെ ഉണ്ടെന്ന് അവർ വിചാരിച്ചു. ആരെ? മറിയയും ജോസഫും വിചാരിച്ചു. ഒരു ദിവസത്തെ വഴിവോ ഉണ്ടെന്ന് വിചാരിച്ചാൽ നാം പലപ്പോഴും സഞ്ചരിക്കുന്നത്. ഉണ്ടോ എന്നുള്ളത് കർത്താവിനെ അറിയുള്ളൂ. സഞ്ചരിച്ച മറിയയ്ക്കും ജോസഫിനും അറിഞ്ഞുകൂടാ. ഇല്ലെന്ന് മനസ്സിലായപ്പോൾ വ്യർത്ഥപ്പെട്ട് തെരഞ്ഞുപോയിട്ട് പറഞ്ഞ വാക്കുകൾ എങ്ങനെയാണ്? നിന്റെ അപ്പനും ഞങ്ങളൊക്കെ വ്യസനിച്ചു. അപ്പന് സ്ഥാനം കൊടുത്തു തന്നെയാണ് പറയുന്നത്. നിന്റെ അപ്പനും ഞാനൊക്കെ വ്യസനിച്ചു എന്ന് പറഞ്ഞു. ശരിയാണ്, വ്യസനിച്ചു. എന്തിനാ വ്യസനിക്കുന്നത്? ഞാൻ ഉണ്ടാകേണ്ട സ്ഥലം നിങ്ങൾ അറിയേണ്ടതാണ്. അതാണ് കർത്താവിന്റെ മറുപടി. നോക്കുക, കർത്താവില്ലാതെ യാത്ര ചെയ്യാൻ നാം പഠിച്ചവരാണ്. ഒരു ദൃഷ്ടാന്തത്തിന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കർത്താവില്ലാതെ യാത്ര ചെയ്യാൻ പഠിച്ചവരാണ്. കർത്താവ് ഇല്ല എന്നുള്ളത് അറിയാത്തവരാണ് പലപ്പോഴും. എന്നാൽ കർത്താവ് ഉണ്ട് എന്നറിയുവാൻ ചില അനുഭവങ്ങളിൽ കൂടെ കടത്തിക്കൊണ്ടുപോയി ഈ വൃദ്ധനെ 130 വയസ്സിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ദൈവം കൈവിടാത്തവരാണ്. ദൈവം സ്നേഹനിധിയാണ്. പിതാക്കന്മാർ ദൈവത്തെ ഭയപ്പെട്ടു, എന്നാൽ അവരും വ്യക്തിപരമായിട്ടും ഭയപ്പെട്ടു. എന്നാൽ ആ ഭയങ്ങളിലൊക്കെ ധൈര്യത്തോട് കൊണ്ടുപോകുവാൻ ദൈവം ഒരുക്കമാണെന്നുള്ള സന്ദേശമാണ്. അത് വാർദ്ധക്യത്തിലുള്ളവർക്കും യൗവനക്കാർക്കും ഏവർക്കും ഒരുപോലെ ആവശ്യമായതുകൊണ്ടാണ് ഈ സന്ദേശം എന്ന് പറയുവാൻ ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ നിന്നെ മടക്കി വരുത്തും, യോസേഫ് സ്വന്തം കൈകൊണ്ട് നിന്റെ കണ്ണടയ്ക്കും എന്ന്. തീർച്ചയായും യാക്കോബ് പറഞ്ഞ വാക്കുകൾ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഞാൻ ദുഃഖത്തോടുകൂടി എന്റെ നരയെ പാതാളത്തിലേക്ക് അയക്കും.
എനിക്ക് യോസേഫില്ല, എനിക്ക് ശിമയില്ല, ഇനി ബെന്യാമീനെയും കൊണ്ടുപോകുന്നു, എന്റെ ഭാര്യ മരിച്ചു. വീട് ചുരുങ്ങി ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് വരുമ്പോൾ ദുഃഖിതനായി ഞാൻ വയസ്സനായി കൊണ്ടിരിക്കുന്നു. എത്രയോ ദുഃഖത്തിൽ കൂടെ കടന്നുപോയി. ഇന്ന് സാക്ഷി പറഞ്ഞ മക്കൾ ആ പറഞ്ഞതിന്റെ കണ്ടന്റിൽ എടുത്ത തിരുവഴുത്ത് നമുക്കറിയാം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ജീവിതത്തിന്റെ വൈതരണിയിൽ കൂടെ അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ വഴിയാത്രയിൽ അനേക അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടി വന്നാലും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവം ഇസ്രായേലിന്റെ നിർമ്മല എല്ലാവർക്കും നല്ലവൻ തന്നെ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു യാത്രയുടെ ആരംഭ അവസാനം നമുക്ക് കാണുവാൻ കഴിയുകയില്ല. നമ്മെ ആരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് 11-ാം സങ്കീർത്തനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. സങ്കീർത്തനം 11, 2 മുതൽ 2-ാം വാക്യവും 4, 5 ഒക്കെ ഒന്ന് വായിച്ചോണ്ട് 11-ന്റെ 2, 4, 5. ഇതാ ദുഷ്ടന്മാർ ഹൃദയ പരമാർത്ഥികളെ ഇരുട്ടത്തെ ചെയ്യേണ്ടതിന് വില്ലുകുലച്ച് അസ്ത്രം ഞാൻ ഇന്മേൽ തൊടുക്കുന്നു. യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു. അവന്റെ കണ്ണുകൾ ദർശിക്കുന്നു. അവന്റെ കൺപോൾ അവൻ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു. യഹോവ നീതിമാനെ ശോധന ചെയ്യുന്നു. ദുഷ്ടനെയും സാഹസപ്രിയനെയും അവന്റെ ഉള്ളം വെറുക്കുന്നു. നമുക്കറിയാവുന്ന വാക്യങ്ങളിൽ കൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? ഇതാ ദുഷ്ടന്മാർ ഹൃദയപരമാർത്ഥികളെ ഇരുട്ടത്ത് ചെയ്യേണ്ടതിന് വില്ലുകുലച്ച് അസ്ത്രം ഞാനിന്മേൽ തൊടുക്കുന്നു. ഹൃദയപരമാർത്ഥി അല്ലെങ്കിൽ പരമാർത്ഥ ഹൃദയമുള്ളവർ, കപടമില്ലാത്ത അവസ്ഥയുള്ള വ്യക്തിയിൽ ഒരു വ്യക്തി മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇരുട്ടത്തിരുന്ന് അകലെ നിന്ന് എയ്ത് കൊന്നുകളയുവാൻ അല്ലെങ്കിൽ വേദനിപ്പിക്കുവാൻ സാധിക്കുന്ന അനുഭവങ്ങളൊക്കെ ഒരു പരമാർത്ഥ ഹൃദയത്തോടെ ജീവിക്കാൻ ശ്രമിച്ചാൽ ധാരാളം വരും. എന്നാൽ ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ടടിക്കാൻ തയ്യാറായുള്ള നിലപാടിലാണ് ജീവിക്കുന്നതെങ്കിൽ അത്ര ബുദ്ധിമുട്ടുണ്ടാകില്ല. എന്നാൽ ഇരുട്ടത്തിരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ഈ പരമാർത്ഥ ഹൃദയമുള്ള അവരോട് ചെയ്യുന്നത് ഒരാൾ കാണുന്നുണ്ട്. എന്താണ്? വില്ലുകുലച്ച അസ്ത്രം ഞാനിന്മേൽ തൊടുക്കുന്നു. ദുഷ്ടന്മാർ ഹൃദയപരമാർത്ഥികളെ ഇരുട്ടത്ത് ചെയ്യുന്നത് അകലെ നിന്ന്, ആരാതിന്റെ പിന്നിൽ നിന്ന് അറിയുകയില്ല. ഉരുട്ടാണ്, ആർക്കും കാണാൻ സാധിക്കുകയില്ല. പെട്ടെന്ന് തറയ്ക്കുമ്പോഴാണ് കാര്യം മനസ്സിലാക്കുന്നത്. 4-ാം വാക്യത്തിൽ നാം എന്താണ് വായിച്ചത്? യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. യഹോവയുടെ സിംഹാസനം സ്വർഗത്തിൽ ആകുന്നു. അവന്റെ കണ്ണുകൾ ദർശിക്കുന്നു. നോക്കുക, എന്തൊക്കെ ഒരു വിശ്വാസിക്കെതിരെ കടന്നു വന്നാലും, എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടി വന്നാലും, ഒരു പരമാർത്ഥിയായി ജീവിക്കുമ്പോൾ ഇരുട്ടത്ത് വില്ലുകുലച്ച് എയ്യുവാൻ കാത്തിരിക്കുന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാൽ പോലും അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവനെ ഒന്നിനും ഭയപ്പെടുവാൻ ആവശ്യമില്ല. യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. ദൈവത്തിന്റെ മഹത്വം, യഹോവയുടെ സിംഹാസനം സ്വർഗത്തിൽ ആകുന്നു. സിംഹാസനം സ്വർഗത്തിലാണെങ്കിൽ അവൻ മനുഷ്യപുത്രന്മാരെ കാണുകയാണ്. ഒരു ജാഥ മുന്നോട്ട് പോകുകയാണെങ്കിൽ, വലിയ ജാഥയാണെങ്കിൽ, നാം ഇവിടെ താഴെ നിൽക്കുകയാണെങ്കിൽ ജാഥയുടെ ചില അറ്റങ്ങൾ കാണാം, അത് കടന്നു പോകുന്നത് കാണാം, ഒടുവിലെ ഭാഗം കാണാം. ഒന്നിച്ച് കാണാൻ പറ്റില്ല ജാഥ വലുതാണെങ്കിൽ. ഒരു കൊച്ചു എയറോപ്ലെയിനിലോ അല്ലെങ്കിൽ ഹെലികോപ്റ്ററിലോ അതിന്റെ മുകളിൽ കൂടെ പോവുകയാണെങ്കിൽ എന്ത് കാണാൻ സാധിക്കും? അതിന്റെ ആരംഭം തൊട്ട് അവസാനം വരെ കാണാം. മനുഷ്യനത് സാധിക്കും. എന്നാൽ ഇരുട്ടത്ത് വില്ലുകുലയ്ക്കുന്നതും സകലതും കാണുന്ന യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു. അവന്റെ കണ്ണുകൾ ദർശിക്കുന്നു. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിലൊന്നും വരുന്നില്ല. എത്രയോ ധന്യമായ ഒരു അനുഭവമാണ്. അല്ലയോ നാം ഭയപ്പെടുന്ന നാളിൽ ദൈവത്തിൽ ആശ്രയിക്കണം. വിശ്വാസ വീരന്മാർ ദൈവത്തെ ഭയപ്പെടുക മാത്രമല്ല, അവരും വ്യക്തിപരമായ ജീവിതത്തിൽ ഭയമുള്ളവരായിരുന്നു, പോരായ്മകളുള്ളവരായിരുന്നു, പരിമിതികളുള്ളവരായിരുന്നു. എന്നാൽ ഈ യാക്കോബിനോടുള്ള ബന്ധത്തിൽ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എന്റെ മനസ്സിലേക്ക് വരുന്നത്, നമ്മുടെ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസവീരന്മാരുടെ കൂട്ടത്തിൽ ആരാധിച്ച് കണ്ണടച്ചു എന്ന് പറയുന്ന ഒരാള് യാക്കോബ് മാത്രമാണ്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഈ പഠനത്തോടുള്ള ബന്ധത്തിലൊക്കെയാണ് അത് പഠിക്കുവാനും ശ്രദ്ധിക്കുവാനും ഇടയായത്. കട്ടിലിന്മേൽ കാലെടുത്ത് വെച്ച് മക്കളെ, കൊച്ചുമക്കളെ അനുഗ്രഹിച്ച്, എല്ലാ മക്കളെ അനുഗ്രഹിച്ച് കട്ടിലിന്മേൽ കാലെടുത്ത് വെച്ച് വടിയുടെ അഗ്രത്ത് ചാരി ദൈവത്തെ നമസ്കരിച്ച് പ്രാണനെ വിട്ടു. ആരംഭത്തിലും ജീവിതത്തിന്റെ മധ്യത്തിലും എന്തൊക്കെ തന്നെ ആയിരുന്നാലും, യാക്കോബിനെ കുറിച്ച് നമുക്കറിയാം, എന്തൊക്കെ തന്നെ ആയിരുന്നാലും
ദൈവം കൈവിടാതെ യാക്കോബിനെ പരിപാലിക്കുന്നുവെങ്കിൽ, യാക്കോബേ നീ എനിക്കുള്ളവൻ തന്നെ, ഇസ്രായേലേ നീ എനിക്കുള്ളവൻ തന്നെ, യെശയ്യാപ്രവചനത്തിലെ വാക്കുകളുണ്ടല്ലോ, അതുകൂടെ എടുത്ത് വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് യെശയ്യാപ്രവചനം 40? നമുക്ക് മനഃപ്പാഠമായ വാക്കാണ്. ഇപ്പോഴോ യാക്കോബേ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലിനെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർച്ചൊല്ലി പിടിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും, നീ നദികളിൽ കൂടെ കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടെ നടന്നാൽ വെന്തുപോകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിന്റെ ദൈവമായ ഇസ്രായേലിന്റെ പരിശുദ്ധനായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ, നിന്റെ മറുവിലയായി ഞാൻ മിസ്രയീമിനെയും തുടങ്ങി എത്രയോ വാക്യങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ട വാക്കുകളാണ് നാം കേൾക്കുന്നത്. 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുകയാണ്. എന്താണ്? എത്രയോ മനോഹരമായ പ്രയോഗമാണ്. നീ എനിക്ക് വിലയേറിയവനാണ്, നീ എനിക്ക് മാന്യനാണ്. യാക്കോബിയ സ്വഭാവത്തെ കുറിച്ച് മാമൻ കുര്യാച്ചൻ എന്ന ഭക്തനായ ദേവദാസൻ ഒരു മെസ്സേജ് കൊടുത്ത് എനിക്ക് കേൾക്കാൻ സാധിച്ചു. അദ്ദേഹത്തെ കുറിച്ച് മറ്റൊരു സഹോദരൻ പറഞ്ഞതും എനിക്ക് കേൾക്കുവാൻ സാധിച്ചു. മാമൻ കുര്യാച്ചൻ പ്രായമുള്ള ആളുകൾക്കൊക്കെ അദ്ദേഹത്തെ അറിയാം, ഭക്തനായ ദേവദാസനാണ്. അദ്ദേഹം ഒരിക്കൽ സംസാരിച്ചപ്പോൾ താൻ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്, അല്ലയോ യാക്കോബിനെ സ്നേഹിച്ച ദൈവം യാക്കോബിനെ സ്നേഹിച്ചത് കൊണ്ടാണ് എന്നെ സ്നേഹിക്കുന്നത്, ഞാൻ യാക്കോബ്യ സ്വഭാവമുള്ളവനാണ് എന്ന് പറഞ്ഞ് താൻ കരയുന്നത് കാണുവാനിടയായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഒരു വിശ്വാസിയോ അല്ലെങ്കിൽ ഒരു രോഗമനുഷ്യനോ ചെയ്യാൻ പാടില്ലാത്ത എല്ലാ തെറ്റുകളും വഞ്ചനകളും ഒക്കെ ചെയ്യാൻ പഠിച്ചവനാണ് യാക്കോബ്. എന്നാൽ ഇസ്രായേലേ നീ എനിക്കുള്ളവൻ, എന്നാൽ അവനെ ശരിയാക്കി മോവാബിനിക്ക് കഴുകുവാനുള്ള വട്ടക എന്ന് പറയുന്നത് പോലെ കഴുകി ശരിയാക്കി യാക്കോബിന്റെ അന്ത്യനാളുകൾ ഏറ്റവും അനുഗ്രഹമായി തീർന്നു. ആരംഭം എങ്ങനെയായാലും നമ്മുടെ ജീവിതാവസാനം എങ്ങനെയായിരിക്കണം എന്ന് ജീവിക്കുന്ന കാലത്ത് ചിന്തിച്ചാൽ ധന്യമായ ഒരു ജീവിതത്തിന് ഇനിയും സാധ്യതകളുണ്ട്. ഇനിയും നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാനുണ്ട്. ഒരു കാര്യം ചിന്തിക്കണം, കപടമില്ലാത്ത ഹൃദയം. നമുക്ക് സങ്കീർത്തനത്തിൽ വായിച്ചെന്താണ്? യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു, അവന്റെ കണ്ണുകൾ ദർശിക്കുന്നു, അവന്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു. എങ്ങനെയാണ് അത് കൺപോളകൾ ശോധന ചെയ്യുന്നത്? ഞാൻ റെഫറൻസ് ഒന്നും നോക്കിയില്ല, ഞാൻ എൻ്റെ ഭാവനയിൽ ഇങ്ങനെയാണ് ചിന്തിച്ചത്. ഒരു എക്സ്റേ മെഷീനിൽ കൂടെ ഒരു റേ പ്രവേശിച്ചാൽ മുന്നിൽ നിൽക്കുന്ന ആളിന്റെ എല്ലിനകത്തിരിക്കുന്ന കഫക്കെട്ട് വരെ അത് റീഡ് ചെയ്യും. എക്സ്റേ കണ്ണുകളുള്ള നമ്മുടെ കർത്താവ് അവന്റെ കൺപോളകളെ കൊണ്ട് ശോധന ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു അലങ്കാര പ്രയോഗമുണ്ട്. ചില പോലീസുകാരോ അല്ലെങ്കിൽ നാം ദേഷ്യപ്പെട്ട് നമ്മുടെ മക്കളെയൊക്കെ കണ്ണൊന്നുരുട്ടി അടിമുടിയൊന്ന് നോക്കുന്ന രീതിയുണ്ട്. എനിക്കറിഞ്ഞുകൂടാ. സ്വർഗത്തിൽ വസിക്കുന്നവൻ കാണുന്നു. എത്രയും മനോഹരമായ ഒരു അലങ്കാര പ്രയോഗമായിട്ടത്. കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു. മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുമ്പോൾ അവരുടെ ഹൃദയ നിരൂപണങ്ങളൊക്കെ ബാല്യം മുതൽ ദോഷമുള്ളത് എന്ന് കാണുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. 11 മുൻപേ തന്നെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അവൻ നമ്മെ ശോധന ചെയ്യുന്നവനാണ്. അവൻ നമ്മെ കൈക്ക് പിടിച്ച് നടത്തുന്നവനാണ്. നാം വിലയേറിയവനാണ്. ആർക്ക്? ദൈവത്തിന് മുൻപാകെ. ഈ യാക്കോബിന്റെ അന്ത്യനാളുകളെ കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. യാക്കോബിനെ മടക്കി വരുത്തുമെന്നുള്ളത് ഒരു ആശ്വാസത്തോടുകൂടെ താൻ കേൾക്കുകയായിരുന്നു. സ്വന്തം മകൻ തന്നെ നിന്റെ കണ്ണുകൾ അടയ്ക്കും. എത്രയോ ആനന്ദകരമായ അനുഭവം. ദുഃഖത്തോടുകൂടെ ഞാൻ എന്റെ നിറയെ പാതാളത്തിലേക്ക് അയക്കും എന്ന് പറഞ്ഞ് തന്റെ ഭാര്യ മരിച്ചു. അതുപോലെ തന്നെ ജോസഫ് മരിച്ചു ഞാൻ ചിന്തിച്ചിരിക്കുകയാണ്. തന്റെ കുടുംബം ചുരുങ്ങി ദുഃഖകരമായ നിലയിൽ യഹോവയുടെ ശാപമാണല്ലോ എന്ന് ചിന്തിക്കാവുന്ന നിലയിലൊക്കെ യാക്കോബ് ഒരുപക്ഷെ ചിന്തിച്ചു കാണും. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവം യാക്കോബിനെ ക്രമപ്പെടുത്തുകയായി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന വൈതരണികൾ നമ്മുടെ ജീവിതത്തിന്റെ പെശക് കൊണ്ട് തന്നെയാണെന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നാം ദൈവത്തെ അറിയുവാനും ദൈവവഴികളിൽ സഞ്ചരിക്കുവാനും കപടമില്ലാത്ത ഹൃദയത്തോടു കൂടെ അവന്റെ മന്ദിരത്തിൽ അവനെ ധ്യാനിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ആ ഒരു കാര്യം തന്നെ ആഗ്രഹിച്ച് ദൈവഭക്തിയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ സ്ഥിതിയെ മാറ്റും, നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കും. കേവലം ഭൗതികമായ അനുഗ്രഹങ്ങളല്ല നമ്മുടെ വിഷയം. അതിലുപരിയായി വർധനവിന്റെയും അനുഗ്രഹത്തിന്റെയും അനുഭവങ്ങളിൽ കൂടെ കൊണ്ടുപോകുവാൻ ദൈവത്തിന് കഴിയും. അവൻ സ്വർഗത്തിലുണ്ട്. നിനക്ക് നേരിടുന്ന സകല അനർത്ഥങ്ങളും ദൈവം അറിയാതെയല്ല. ഇരുട്ടത്ത് വില്ലുകുലച്ച് തകർത്ത് കളയുവാൻ ആഗ്രഹിച്ചാലും, ദാവീദ് വനാന്തരങ്ങളിൽ കൂടെ ഗുഹകളിലായിരുന്നാലും,
അവിടെയും സംരക്ഷിക്കുന്ന തന്റെ ഭക്തന്മാരെ അവൻ വളരെ വിലയേറിയതായി കാണുന്നു. യഹോവയുടെ അഭിഷിക്തനെ തുടരുത് എന്നാണ് നാം തിരുവഴുത്തിൽ വായിക്കുന്നത്. തന്റെ ഭക്തന്മാരെ അവർ കാക്കുന്നു, പരിപാലിക്കുന്നു. ദൈവത്തിന് വിലയേറിയവനാണ്. എന്നാൽ പ്രിയമുള്ളവരെ, നാം ആ ഭക്തിയോടുകൂടെ ജീവിക്കേണ്ടതുണ്ട്. അവന്റെ മന്ദിരത്തിൽ അവനുണ്ട്. നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ മന്ദിരമാണല്ലോ. നമ്മുടെ സൈമൺ സാർ പാടിയ പാട്ടൊക്കെ നമുക്കറിയാം. എന്നുള്ളമാകും മഹാ ദൈവാലയത്തിൽ നിന്ന് പൊങ്ങും സ്തുതി. ആർക്ക്? കർത്താവിന്റെ, ദൈവത്തിന് ആ സ്തുതിഗീതം. നമ്മുടെ ഹൃദയം ദൈവ സാന്നിധ്യം കൊണ്ട് നിറയുകയും നമ്മുടെ ആഗ്രഹം ദൈവത്തെ പ്രസാദിപ്പിച്ച് പരമാർത്ഥ ഹൃദയത്തോടുകൂടെ നന്മകൾ അനുഭവിച്ച് ശബ്ദം കേട്ട് അവൻ നമ്മെ കൈക്ക് പിടിച്ച് വഴി നടത്തുന്ന ഒരു ദൈവമാണ്. ഏതൊരു വ്യക്തിക്കും ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാൻ യാതൊരു തടസ്സങ്ങളുമില്ല. ദൈവം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ വിളിയിൽ നിന്ന് കാതോർക്കുന്നവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. ദൈവത്തിന്റെ വിളി പരിശീലിക്കാത്ത ശമുവേൽ ദൈവശബ്ദം കേട്ട് തന്നെയാണ് തന്റെ അന്ത്യം കുറിച്ചത്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമുക്കത് അറിഞ്ഞുകൂടാ. നാം പ്രാക്ടീസ് ചെയ്യണം. ദൈവസാന്നിധ്യത്തിന്റെ പരിശീലനം നാം പ്രാക്ടീസ് ചെയ്തെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ ദൈവസ്തുതിയെ മാറ്റുകയും ധൈര്യത്തോടുകൂടെ കൊണ്ടുപോയി ചെയ്യുവാൻ അവന് സാധിക്കുകയുള്ളൂ. യാക്കോബേ, നീ ഭയപ്പെടേണ്ട, നീ മിസ്രൈമിലേക്ക് പോകാൻ ഭയപ്പെടേണ്ട, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. അതുപോലെ ജോസഫ് നിന്റെ കണ്ണുകൾ അടയ്ക്കും. നമ്മുടെ സകല ചിന്താകൾ മാനുഷികമായ വൈകാരികമായ ഒരു വിഷയമാണ്. ഞാൻ ദുഃഖത്തോടുകൂടെ എന്റെ മകനെ കാണുവാനായിട്ട് പോകുന്നു. അങ്ങനെയല്ല, നീ പ്രത്യാശയോടുകൂടെ ധൈര്യത്തോടുകൂടെ കട്ടിലിന്മേൽ കാലെടുത്ത് വെച്ച് വടിയുടെ അഗ്രത്ത് ചാരി നമസ്കരിച്ച് പ്രാണനെ വിട്ട്. ആ വടിയെ കുറിച്ചും കട്ടിലിനെ കുറിച്ചും ഒക്കെ എബ്രായ ഭാഷയിൽ വടിക്കും കട്ടിലിനും ഒരു പദപ്രയോഗമാണ്. ഞാൻ ആ വഴിക്ക് അല്പനേരം സഞ്ചരിച്ചപ്പോൾ അത് അത്യാവശ്യമില്ല എന്ന് എനിക്ക് തോന്നി. എബ്രായ ഭാഷയുടെ സ്വരങ്ങൾ ചേർക്കുമ്പോഴാണ് വടി കട്ടിലാകുന്നത്, കട്ടിൽ വടിയാകുന്നത്. അത് ഭാഷയുടെ. എന്തു തന്നെ ആയാലും ആ വൃദ്ധൻ വാർദ്ധക്യത്തിൽ ദൈവത്തെ ആരാധിച്ച് ജീവിതത്തിന്റെ ആരംഭത്തിലും വളഞ്ഞ വഴികളിൽ കൂടെ സഞ്ചരിച്ചതൊക്കെ ശരിയാണ്. എങ്കിലും ദൈവം നിന്നെ സ്നേഹിക്കുന്നു, ദൈവം നിന്നെ വിളിക്കുന്നു. രക്ഷയിലേക്ക് ദൈവം ഒരിക്കൽ വിളിക്കും മനുഷ്യനെ. അവരോടുള്ള സംസർഗത്തിൽ കമ്മ്യൂണിയനായിട്ട് നടക്കുവാൻ ദൈവം വിളിക്കും. ഈ വിളിയാണ് നമുക്ക് ആവശ്യം. അത് കഴിഞ്ഞാൽ എന്താണ്? കർത്താവ് ഒരുവൻ താമസിച്ചാൽ കയറി വരിക എന്ന ശബ്ദം കേൾക്കും. കയറി വരുമ്പോൾ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രതിഫലം പ്രാപിക്കുവാൻ ന്യായാസനമുണ്ട്. ക്രിസ്തുവിന്റെ ന്യായാസനമുണ്ട്. അതുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുക, ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. അങ്ങനെ ജീവിപ്പാൻ ഈ വാക്കുകളുടെ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുന്നതാണ്.